ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, അതായത് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹെയർ ഡേ 30 ആണിന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിൽ, അതായത് ഈ ഒരു വീഡിയോൻ്റെ അല്ല, ഹെയർ കെയർ ചലഞ്ചിൻ്റെ വീഡിയോസിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചലഞ്ച് ഞാനൊരു 1 മന്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ഇനി ഇതിൽ ആരെങ്കിലുമൊക്കെ കമ്പാണ്, അതായത് ഒരു 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ നമുക്ക് നീങ്ങിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ആരും കമൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 1 മന്തിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്താലും അതൊരു 3 മന്ത്സിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തോരം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. 1 മന്ത്, ഈ ഒരു 1 മന്ത് കൊണ്ട് എത്രത്തോളം നിങ്ങളുടെ മുടിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു 1 മന്തിനുള്ളിൽ അത്രത്തോളം ഒന്നും അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. മിനിമം ഒരു 3 മന്ത്സെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം കേട്ടോ, ഈ ഒരു ചാലഞ്ച് നിങ്ങൾ 1 മന്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടിക്കൊഴിച്ചിലുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു മുടിക്കൊഴിച്ചിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചാലഞ്ചിലൂടെ സ്റ്റോപ്പ് ആയിട്ടുണ്ടാകും. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് ഇത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഒരു ചാലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുടിക്കൊഴിച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇനി ഈ ഒരു മുടിക്കൊഴിച്ചിൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ്, അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പൂർണ്ണമായിട്ടും ഞാൻ പറയില്ല. പൂർണ്ണമായിട്ടൊന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇഷ്യൂ, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിന് 100% ആ ഒരു മുടിക്കൊഴിച്ചിൽ മാറി കിട്ടും കേട്ടോ. പിന്നെ പുതിയ പുതിയ മുടികളൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു 1 മന്തിനുള്ളിൽ സംഭവിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അല്ലാണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും ഈ ഒരു 1 മന്ത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 3 മന്ത്സ് ഒക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് വിസിബിൾ ആകും കേട്ടോ. പിന്നെ ഈ ഒരു ചലഞ്ചിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഡേയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഡേയിലും ഫ്ലാക്സ് സീഡ് ജെല്ല് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഞാൻ അപ്ലൈ ചെയ്തൊന്നും കാണിക്കണില്ല അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഡേ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചലഞ്ച് എടുത്ത ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറയാം. അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഈ ഒരു ചലഞ്ചിലുണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യാം. അതൊരു നിങ്ങൾക്കൊരു 3 മാസം വരേക്കോ അല്ലെങ്കിൽ ഒരു 6 മാസം വരേക്കോ ഒക്കെ ഫോളോ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ താല്പര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം. അത്രയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് നമ്മൾ ഈ ഒരു 1 മന്ത് കൊടുത്ത് ഈ ഒരു ആ ഒരു കെയറിങ് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു മുടി കൊഴിച്ചിലാണെങ്കിലും ഡാൻഡ്രഫ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഡാൻഡ്രഫ് ആണെങ്കിലും അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പതിയെ വീണ്ടും വന്നു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 മന്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു കെയറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കെയറിങ് ഒറ്റയടിക്ക് അങ്ങോട്ട് സ്റ്റോപ്പ് ആക്കരുത്. അത് കുറേശ്ശെ ആയിട്ട് നിങ്ങൾ ഇനിയും മുടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു ഇപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയ ഒരു ഹെയറിനെ ഇനിയും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെന്താ പറയുക, പിന്നെ ഈ ഒരു ചലഞ്ചിൻ്റെ എല്ലാ വീഡിയോസും ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചലഞ്ചിൻ്റെ മാത്രമല്ല കേട്ടോ, ഹെയർ റേഞ്ചിൻ്റെ ഞാനൊരു 14-15 വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ അത് പ്രഗ്നൻ്റ് ആയ സമയത്ത് സ്റ്റോപ്പാക്കി പോയതാണ് കേട്ടോ. അപ്പം ആ ഒരു ചലഞ്ചിൻ്റെ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഹോസ്റ്റലർക്കാണെങ്കിലും ഹോസ്റ്റലേഴ്സിനാണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഫോളോ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാനൊരു ഓരോരോ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എളുപ്പം വീഡിയോ കാണാനും കണ്ടുപിടിക്കാനും ഒക്കെ പറ്റും. പിന്നെ
കാര്യങ്ങൾ. പിന്നെ ഞാനൊരു സെക്കൻഡ് ചാനൽ ഒരു ചാനൽ, അപ്പോൾ ആ ഒരു ചാനൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് ഷോർട്സ് ആയിട്ടാണ് ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിപ്പം കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു 2-3 വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോസും കൂടി ആ ഒരു ചാനലും കൂടി കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. എന്താ പറയുക, നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി നന്ദി. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക, ഈ ഒരു ചാനലിൽ ഞാൻ ഇരുന്ന വീഡിയോസൊക്കെ വന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.